നമസ്കാരം, എല്ലാവർക്കും ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പതിവുപോലെ ഹിന്ദു ആൻഡ് ബിസിനസ് ലൈൻ ന്യൂസ് പേപ്പറാണ്. ഡേറ്റ് 13/3/2022. അപ്പോൾ ഇന്ന് ഹിന്ദുവിൻ്റെ ഫസ്റ്റ് പേജിലോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന ന്യൂസ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് റേറ്റ് കട്ട് ചെയ്തു എന്നുള്ളതാണ്. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് റേറ്റ് 8.5% ആയിരുന്നു. അതിപ്പോൾ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ റേറ്റ് 8.1 കട്ട് ചെയ്തു. ഈ വർഷം, അതായത് 2021-22 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള റേറ്റാണ് 8.1 എന്ന് പറയുന്നത്. എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും മാർച്ച് ആകുമ്പോഴത്തേക്ക് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ അതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യാറുണ്ട്, എത്രയാണ് അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത്. അപ്പോൾ ഈ വർഷം, അതായത് 2021 ഏപ്രിൽ 1 മുതൽ 2022 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ നിക്ഷേപകർക്ക് ലഭിക്കുന്നത് 8.1% റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിൽ ഒരുപാട് സോഷ്യൽ സെക്യൂരിറ്റി പദ്ധതികളുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് എന്ന് പറയുന്നത് പെൻഷൻ പദ്ധതികളും ഒപ്പം തന്നെ ക്ഷേമ പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പദ്ധതികൾ, ഇതെല്ലാം ചേരുന്നതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ഒരു ഗവൺമെൻറ് സ്പോൺസേഡ് ഇൻഷുറൻസ് ആണ്, ലൈഫ് ഇൻഷുറൻസ് ആണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന. അതുപോലെ ഒരു ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. അതുപോലെ വരിഷ്ഠ പെൻഷൻ ബീമ യോജന, അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. അത് മാനേജ് ചെയ്യുന്നത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഒപ്പം എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്വരൂപിക്കുന്ന ആ ഒരു ഫണ്ട് ഉണ്ടല്ലോ, അതായത് എംപ്ലോയിയും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്താണ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ക്യാഷ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ കോർപ്പസ് മാനേജ് ചെയ്യുന്നതിന് അവർക്കൊരു ട്രസ്റ്റി ഉണ്ട്, സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൻ്റെ ചെയർമാൻ എപ്പോഴും ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്റ്റർ ആയിരിക്കും. ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഭൂപേന്ദ്ര യാദവാണ്. അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഒപ്പം എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ CEO നീലം ഷമീർ റാവു, മാഡത്തിൻ്റെ പിക്ചറാണ് ഈ നൽകിയിരിക്കുന്നത്, നോട്ട് ചെയ്യാം. ഒപ്പം എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്? ഓഫ് കോഴ്സ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മിനിസ്ട്രിക്ക് കീഴിൽ തന്നെയാണ് ഈ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ വരുന്നത്. ഓക്കെ, അടുത്ത ന്യൂസിലേക്ക് പോകാം. പുതിയ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നതിൽ നിന്നും പുതിയ കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നതിൽ നിന്നും HDFC ബാങ്കിന് 2020 ഡിസംബർ മുതൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിലക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വിലക്ക് ഇന്നലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നീക്കം ചെയ്തു. ഇനി മുതൽ പുതിയ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് എടുക്കാനും അതുപോലെ കാർഡ്സ് ഇഷ്യൂ ചെയ്യാനും ഒക്കെ HDFC ബാങ്കിന് സാധിക്കും. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാസ്റ്റർ കാർഡ് ആൻഡ് അമേരിക്കൻ എക്സ്പ്രസ് കാർഡ്സിൻ്റെ ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ആയിരുന്നു HDFC ബാങ്ക് ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ മാസ്റ്റർ കാർഡും അമേരിക്കൻ എക്സ്പ്രസ്സും ഒക്കെ ഇന്ത്യയിൽ നിന്ന് അവരെ ബാൻ ചെയ്തു. കാരണം ആ സമയത്ത്, ആ ഒരു പീരീഡിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നു. അത് ഡേറ്റ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻ ആയിരുന്നു. അത് പ്രകാരം ഇന്ത്യക്ക് പുറത്ത് സെർവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനികളും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ അവരുടെ ഡേറ്റ സെർവറിൻ്റെ ലൊക്കേഷൻ ഇന്ത്യക്കകത്തുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നായിരുന്നു അത്. എന്നാൽ ഈ ഒരു ഗൈഡ് ലൈൻ പാലിക്കാഞ്ഞ കമ്പനികളെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാസ്റ്റർ കാർഡും അമേരിക്കൻ എക്സ്പ്രസ്സും ഇടപെട്ടിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഇഷ്യൂ ചെയ്തിരുന്ന ബാങ്കായിരുന്നു HDFC ബാങ്ക്. സോ അവർക്ക് ആ ഒരു സർവീസും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷേ അവർക്ക് റുപ്പേ കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിലൊന്നും തടസ്സമില്ലായിരുന്നു. അങ്ങനെയായിരുന്നു അവർ ബാക്കിയുള്ള ബിസിനസ്, അതിനുശേഷമുള്ള ബിസിനസ്സൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവർക്ക് പുതുതായിട്ട് ഇന്നൊവേറ്റീവായിട്ട് ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നതിൽ തടസ്സമുണ്ടായിരുന്നു ഈ ഒരു വിലക്ക് കാരണം. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് എടുത്തുകൊണ്ടിരുന്നൊരു ബാങ്കാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഈ മൊബൈൽ ബാങ്കിങ് IMPS ട്രാൻസാക്ഷനൊക്കെ ആദ്യമായിട്ട് ചില്ലർ എന്നൊക്കെ പറഞ്ഞൊരു ആപ്പ് കൊണ്ടുവരുന്നതൊക്കെ HDFC ബാങ്ക് ആയിരുന്നു. അപ്പോൾ ഇന്നലെ അവർ ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ 2.0 എന്ന് പറയുന്നൊരു പ്രോഗ്രാം വഴി പുതിയ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് അവർ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. RBI ഈ ഒരു വിലക്ക് നീക്കിയത് കാരണം ഇനി അവർ തടസ്സമില്ലാതെ അവർക്ക് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നായിരുന്നു ആ ഒരു പ്രസ് റിലീസ് ഉണ്ടായിരുന്നത്. ഒപ്പം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് HDFC ബാങ്കിൻ്റെ CEO ആരാണ്? HDFC ബാങ്കിൻ്റെ CEO ശശിധർ ജഗദീശൻ. ഓക്കെ, അടുത്ത ന്യൂസിലേക്ക് പോകാം. മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ, മാതൃമരണ നിരക്ക്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് മാതൃമരണ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്.
ഇന്നലെ പുതിയ പീരീഡിലേക്കുള്ള 2017-19 പീരീഡിലേക്കുള്ള SRS സ്പെഷ്യൽ ബുള്ളറ്റിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡേറ്റ പ്രകാരം വീണ്ടും നമ്മുടെ സ്ഥാനം നമ്മൾ ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ പീരീഡിൽ 2015-17 പീരീഡിൽ 43 പോയിന്റ് കൂടി നമ്മൾ 42 ആദ്യം, പിന്നീട് അത് അഡ്ജസ്റ്റ് ചെയ്ത് 43 ആക്കി. 43 പോയിന്റോട് കൂടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MMR ഉള്ള സംസ്ഥാനമായിട്ട് നമ്മൾ തന്നെയായിരുന്നു, കേരളം തന്നെയായിരുന്നു. എന്നാൽ ഇത്തവണ പുതിയ പീരീഡിലേക്കുള്ള, അതായത് 2017 മുതൽ 19 ഡേറ്റ പ്രസിദ്ധീകരിച്ചപ്പോൾ 12 പോയിന്റ് കുറവ് വീണ്ടും രേഖപ്പെടുത്തി 30 നമ്മുടെ പോയിന്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് 1,00,000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 30 മരണം മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ അത് ഭയങ്കര വലിയൊരു നേട്ടമാണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. ഇതേ നല്ല പെർഫോമൻസ് നടത്തിയ മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 1,00,000 കുട്ടികൾ ജനിക്കുമ്പോൾ 55 മാതൃമരണം രേഖപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ 38 ഇംപ്രൂവ് ആയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. ഒപ്പം നാഷണൽ MMR എത്രയാണെന്ന് കൂടി നമ്മൾ നോട്ട് ചെയ്യണം. നാഷണൽ MMR കഴിഞ്ഞ പീരീഡിൽ അത് 113 ആയിരുന്നു. അതും ഇംപ്രൂവ് ആയിട്ടുണ്ട്. 103 അത് ഇംപ്രൂവ് ആയിരിക്കുന്നത്. ഇതെല്ലാം പെർ ലാക്കാണ്. അതായത് 1,00,000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ മാതൃമരണ നിരക്ക് 103 രേഖപ്പെടുത്തുകയാണ് ഇന്ത്യയിലെ നാഷണൽ MMR. അപ്പോൾ അതിൽ നിന്ന് എത്രത്തോളം ഫാർ ബെറ്റർ ആണ് കേരളം എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ കേരളത്തിൻ്റെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഉള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണിത്. അപ്പോൾ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് നാഷണൽ MMR തീർച്ചയായിട്ടും നോട്ട് ചെയ്യുക. അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം. IBPS PO, SBI PO തുടങ്ങിയ എക്സാംസിൻ്റെ മെയിൻസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഫിനാൻഷ്യൽ റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ആണിത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇന്ത്യ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷനും കൂടെ ചേർന്നിട്ട് ഒരു ബുള്ളിയൻ സ്പോട്ട് എക്സ്ചേഞ്ച് സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ബുള്ളിയൻ സ്പോട്ട് എക്സ്ചേഞ്ച് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സ്പോട്ട് എക്സ്ചേഞ്ച് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പം നമുക്കറിയാം NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അവിടെ എന്തൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്? സെക്യൂരിറ്റീസ് ആണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. എസ്പെഷ്യലി ഷെയർസ്, കമ്പനികളുടെ ഷെയറാണ് അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതൊരു സ്പോട്ട് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ എന്താണ് ഈ സ്പോട്ട് എക്സ്ചേഞ്ച് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ആദ്യമായിട്ട് അവർ IPO വഴി ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള പ്രൈസ് 100 രൂപയായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ആ കമ്പനിയിൽ നിന്ന് 100 രൂപ കൊടുത്ത് 100 രൂപ കമ്പനിക്ക് പേ ചെയ്ത് ഞാൻ ആ ഷെയർ വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഷെയറിൻ്റെ വാല്യൂ 100 രൂപയാണ്. പക്ഷേ ആ കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഷെയർ വാങ്ങിക്കാനായിട്ട് വേറെ ആൾക്കാർ വരികയാണ്. അതായത് ഈ ഷെയർ നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയുടേതാണ്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് നല്ല ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ലാഭവിഹിതം അത് പേ ചെയ്യുന്നുണ്ട് വർഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് കൂടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഷെയർ വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടും. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും കൂടിയ വിലയ്ക്ക് ഈ ഷെയർ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഉണ്ട്. അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരെ തേടി വേറെ സ്ഥലത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ ഇത് നമുക്കിത് വാങ്ങിക്കാനാണ് താല്പര്യമെങ്കിൽ വിൽക്കാൻ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ നമ്മൾ വേറെ സ്ഥലത്ത് പോകണ്ട. നമുക്ക് എവിടെ പോയാൽ മതി? ഇതിൻ്റെ എക്സ്ചേഞ്ചിലോട്ട് പോയാൽ മതി. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോട്ട് പോവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് ഷെയർ വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ ഇപ്പോൾ വിർച്വൽ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ വഴി തന്നെ നമുക്ക് വിർച്വൽ പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്ത് അവിടെ വാങ്ങിക്കാനും വിൽക്കാനും ഉള്ളവരൊക്കെ അവരുടെ പ്രൈസ് കോട്ട് ചെയ്യും. അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സ് വഴി ഒരു ഷെയറിൻ്റെ പ്രൈസ്, മാർക്കറ്റ് വാല്യൂ ടൈം ബൈ ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയറിൻ്റെ വില കൂടുകയും, അതുപോലെ കമ്പനി മോശം പെർഫോമൻസ് ആണെങ്കിൽ ആൾക്കാർ കയ്യിലുള്ളവരിൽ ആ ഷെയർ വിൽക്കുകയും വാങ്ങിക്കാൻ ആളില്ലാതെ വരികയും സ്വാഭാവികമായിട്ട് അതിൻ്റെ വില താഴോട്ട് വരികയും ചെയ്യും. ഇങ്ങനെയാണ് മാർക്കറ്റിൽ സ്പോട്ട് എക്സ്ചേഞ്ചിൽ ഷെയറിൻ്റെ വില നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലൊരു എക്സ്ചേഞ്ച് ഇന്ത്യയിൽ ബുള്ളിയൻ മാർക്കറ്റിന് ഇല്ല. ഇപ്പോൾ ജ്വല്ലറികൾ അവർക്ക് വേണ്ടുന്ന ഗോൾഡിൻ്റെ അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെൻറ്റ്സ് ആകട്ടെ അല്ലെങ്കിൽ മറ്റ് മെറ്റൽ ഓർണമെൻറ്റ്സ് ആകട്ടെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ബുള്ളിയൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ഒരു കറക്റ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ടുള്ളൊരു സിസ്റ്റം ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്പോട്ട് എക്സ്ചേഞ്ച് സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഷെയറിൻ്റെ സ്പോട്ട് എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആയിരിക്കും ബുള്ളിയൻ സ്പോട്ട് എക്സ്ചേഞ്ചും വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിക്രം ലിമായയാണ്. വിക്രം ലിമായ നമുക്കറിയാം MD ആൻഡ് CEO ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്.
ഈ വരുന്ന മാർച്ച് 19 ജപ്പാൻ്റെ പുതിയ പ്രൈം മിനിസ്റ്ററായ ഫുമിയോ കിഷീദ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത് 2019 സ്കെഡ്യൂൾ ചെയ്തിരുന്ന ഇന്ത്യ ജപ്പാൻ ആനുവൽ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് 2019 സ്കെഡ്യൂൾ ചെയ്തിരുന്നെങ്കിലും കോവിഡ് വന്നത് കാരണം ഇത് മാറ്റിവെച്ച് ഇപ്പോഴാണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററായ ഷിൻസോ അബെ ആയിരുന്നു ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഈ ലാസ്റ്റ് ഒക്ടോബറിന് ഷിൻസോ അബെയ്ക്ക് പകരം ഫുമിയോ കിഷീദ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആവുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ പുതിയ പ്രൈം മിനിസ്റ്ററായ ഫുമിയോ കിഷീദയാണ്. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു വിസിറ്റിന്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളൊരു ന്യൂസാണ്. ഒപ്പം ഇവർ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ട്. അതായത് ഒരു ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ്. മുംബൈയും അഹമ്മദാബാദിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് $17 ബില്യൺ. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ഫണ്ട് ചെയ്തിരിക്കുന്നത് ജപ്പാൻ്റെ തന്നെ ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസിയാണ്. ജപ്പാൻസ് ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് ഇട്ടിരിക്കുന്നത് പോലും അത് പ്രത്യേകം നോട്ട് ചെയ്യുക, ഷിൻകസേൻ എന്നാണ് ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റിൻ്റെ പേര്. നമുക്കറിയാം അത് 2017 അന്നത്തെ ജാപ്പനീസ് പ്രൈം മിനിസ്റ്ററായ ഷിൻസോ അബെയും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും കൂടെ ചേർന്നാണ് അത് ഉദ്ഘാടനം ചെയ്തിരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് 2022 പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാൻഡ് അക്യൂസേഷനൊക്കെ വിചാരിച്ചതിൽ കാട്ടിയും കൂടുതൽ സമയമെടുത്തു. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ 75ാം വാർഷികാഘോഷത്തിൽ ഇത് ഇന്ത്യക്ക് സമർപ്പിക്കാനൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. എന്തായാലും അതിനി നടക്കില്ല. കാരണം ഇനി 2026 ഇതിൻ്റെ ഒരു വർക്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ എന്നാണ് ഇപ്പോൾ റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതും നോട്ട് ചെയ്യുക, റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ്. ഒപ്പം ക്വാഡ് എന്ന് മീൻ ചെയ്യുന്നത് ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്നതാണ്. അപ്പോൾ എന്താണ് ഈ ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്? ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് നാറ്റോ പോലെ ഇന്ത്യ പസഫിക് റീജിയനിലുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഒരു ഡയലോഗാണ്. 4 കൺട്രീസ്, ആ 4 കൺട്രീസ് ഏതൊക്കെയെന്ന് നോട്ട് ചെയ്യുക. ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ. ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ അടങ്ങുന്ന 4 രാജ്യങ്ങളുടെ ഒരു ടൈപ്പാണ് ഈ പറയുന്ന ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ യുക്രൈൻ, റീസെൻ്റായിട്ടൊരു ന്യൂസ് വന്നതാണ് ഞാൻ ഈ പറയുന്നത്. യുക്രൈൻ റഷ്യ ഇഷ്യൂവിൽ ജപ്പാനും അതുപോലെ US-ഉം ഇന്ത്യക്കെതിരെ ഒരു ആശങ്ക അറിയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് വ്യക്തമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡയലോഗിൽ. കാരണം ഇവരെല്ലാവരും ഇപ്പോൾ യുക്രൈൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. പക്ഷേ ഇതുവരെ ഒരു സാങ്ഷനും ഏർപ്പെടുത്തിയിട്ടില്ലാത്ത ഇന്ത്യ എന്താണ് നമ്മുടെ റഷ്യക്കെതിരെയുള്ള ഒരു സ്റ്റാൻഡെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എന്നൊക്കെ അതിനകത്തൊരു കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ളൊരു ന്യൂസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ ഈ ഒരു ക്വാഡ് സംഘടനയെ വിശേഷിപ്പിച്ചത് തന്നെ ഏഷ്യൻ നാറ്റോ എന്നാണ്, ഇന്ത്യ പസഫിക് നാറ്റോ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യാം. ഇപ്പോൾ ക്വാഡ് നോട്ട് ചെയ്യുക. അതുപോലെ റെയിൽവേ മിനിസ്റ്റർ ആരാണെന്ന് പറഞ്ഞു, അശ്വിനി വൈഷ്ണവ്, അത് നോട്ട് ചെയ്യാം. ഇന്ത്യയിലെ ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റിൻ്റെ പേര് ഷിൻകസേൻ എന്നാണ്, അത് നോട്ട് ചെയ്യുക. പുതിയ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് പറഞ്ഞു, അതും നോട്ട് ചെയ്യുക, ഫുമിയോ കിഷീദ. ചില ന്യൂസുകളൊക്കെ നമുക്ക് അത്ര പ്രാധാന്യം കൊടുക്കേണ്ട ന്യൂസുകളല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള ന്യൂസസ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ന്യൂസസുകളെല്ലാം വായിക്കുമ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ നോട്ട് ചെയ്യുന്ന ചെറിയ ചില പോയിൻറ്റ്സുകളുണ്ട്. അത് പക്ഷേ നമുക്ക് ബാങ്ക് എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ മിസ്ലേനിയസ് സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് ഞാൻ പറയാം, നോട്ട് ചെയ്യാം. ഒന്ന്, ആരാണ് ഗവർണർ ഓഫ് പഞ്ചാബ്? പഞ്ചാബിൻ്റെ ഗവർണർ ആരാണ്? ബൻവാരിലാൽ പുരോഹിത്. അതോടൊപ്പം അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റാണ് ഹോം ഡെലിവറി അല്ലെങ്കിൽ ഡോർ ഡെലിവറി ഓഫ് ബേസിക് റവന്യൂ ഡോക്യുമെൻറ്റ്സ് ആരംഭിച്ചത്? അത് കർണാടകയാണ്. കർണാടക ചെയ്ത ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കർണാടകയിലാണുള്ളതെങ്കിൽ നമുക്ക് ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ, കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് വില്ലേജ് ഓഫീസിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് വീട്ടിലെത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ലാൻഡ് റെക്കോർഡ്സ് ഇതെല്ലാം തന്നെ നമ്മുടെ ഡോർ ഡെലിവറി ആയിട്ട് നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരും. ഇതാണ് ഈ ഒരു സ്കീമാണ് കർണാടക സ്റ്റേറ്റ് നടപ്പിലാക്കിയത്. അടുത്തത് റഷ്യൻ സ്പേസ് ഏജൻസിയുടെ പേര് നോട്ട് ചെയ്യുക, റോസ്കോസ്മോസ് ആണ് റഷ്യൻ സ്പേസ് ഏജൻസിയുടെ പേര്.
ഇന്ത്യൻ സ്പേസ് ഏജൻസിയുടെ പേരാണ് ഇസ്രോ, നമുക്കറിയാം, ISRO. അപ്പോൾ അതുപോലെ റഷ്യൻ സ്പേസ് ഏജൻസിയാണ് റോസ്കോസ്മോസ്. ഇനി അടുത്തത് ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത്, ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ന്യൂസാണ്. ടെക് മഹീന്ദ്ര ഇന്ത്യയിലെ ഒരു IT ജയന്റ് ഫേമാണ്. അപ്പോൾ അവർ തേർഡ് വെയർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. അതിനെ അക്യൂർ ചെയ്തിരിക്കുകയാണ്. $42 മില്യൺ അതിനെ അക്യൂർ ചെയ്തിരിക്കുന്നത്. അതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടതാണ്, ഇന്ത്യയുടെ ക്ലൈമറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ 20 ബില്യൺ ഔട്ട്ലേ വേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് നോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒപ്പം പീയൂഷ് ഗോയൽ, അദ്ദേഹം ഒരു മിനിസ്റ്ററാണ്, ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നോട്ട് ചെയ്യാം. ടെക്സ്റ്റൈൽ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ്, യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും പോർട്ട്ഫോളിയോ ആണ് പീയൂഷ് ഗോയൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഇതെല്ലാം ഉപയോഗപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് പുറമേ തന്നെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് റിവ്യൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം എനിവേ, താങ്ക് യു.